evening, Trivandrum. Good evening, everybody. Thanks a lot for making it today evening. This is our after our ninth edition, we have come to Kerala. 9 times we have done it before, and first time it was in Dubai. We did it 9 times there. And after that, 2 times in Doha and 1 time in Bahrain. And right now, we have reached Kerala, Trivandrum. And this is to honor all the people who actually strive to make a difference in the last year. All these people who are around you, just take a look around and please give them a big round of applause because they are indeed what we call heroes. And now, moving on to the next award, the MD and Chairman of Al Fidan International, Najib CP. Video, please. Mr. Najib CP, Chairman and Managing Director, Al Fidan International, Oman and UAE. Mr. Najib CP, a visionary entrepreneur, has built an inspiring business empire in the Middle East, rooted in integrity and dedication. One of Mr. Najib's defining qualities is his unwavering commitment to quality. This is evident in his extensive operations, including a Gujarat-based exporting company and a vast central warehouse spanning 10 lakh square feet. Al Fidan Group is the #1 importer of tiles in Oman. Ladies and gentlemen, put your hands together and welcome Mr. Najib CP, the founder, MD and Chairman of Al Fidan International. Congratulations, Najib. Yet again, another inspiring story of success, Mr. Najib CP. We are honoring him with the award tonight, the Global Media Presents Golden Achievement Awards 2024, the Kerala edition. I request you to stay back, Najib. If you could take a seat along with the dignitaries. And now, moving on to Najib. Najib, once again, congratulations, Najib. Thank you very much. Thank you very much. Good evening, all. Actually, നമ്മളെ പ്രവാസ ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ അവാർഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നെ സംഘടനാ പാഠകത്തിലൂടെ എൻ്റെ ചേലിലുള്ളൊരു ഞാൻ വിഷ്ണുവേട്ടന മോഡലായിട്ട് റോൾ മോഡലായിട്ട് നടന്നൊരു എളിയൊരു KSU പ്രവർത്തകനായിരുന്നു. എൻ്റെ ചെറുപ്പകാലം വിഷ്ണുവേട്ടൻ KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ കോളേജുകളിലും ക്യാമ്പസുകളിലൊക്കെ KSUവിൻ്റെ ചെറിയൊരു വർക്കറായിട്ട് വിഷ്ണുവേട്ടൻ്റെ മുന്നിൽ നിന്ന് ഇന്ന് പ്രവാസ ലോകത്തേക്ക് കടന്നു പോയിട്ട് ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമ്പോൾ അതിലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് വിഷ്ണുവേട്ടനും സതീഷ് ചേട്ടനും ഒക്കെ. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കുക എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബിജു രമേശ് സാറൊക്കെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ബിസിനസ്സിലെ റോഡ് മോഡൽസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബിജു സാറൊക്കെ നിങ്ങളൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ചെറുകിട കച്ചവടക്കാരാണ് ഞങ്ങളൊക്കെ. കഴിഞ്ഞ 2004 പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 150 സ്റ്റാഫോട് കൂടിയുള്ള 13 ബ്രാഞ്ചോടുകൂടി ഇന്ത്യയിലും ഒമാനിലും ദുബായിലൊക്കെ വികസിച്ചെടുക്കുന്ന ഒരു കമ്പനിയുടെ ഓണറാകാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ നമ്മളെ തേടി എത്തിയെങ്കിൽ പോലും ജനിച്ച മണ്ണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവാർഡ് എന്ന് പറയുന്നത് അതിലേറെ ഒരുപാട് മധുരം തരുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് അവാർഡ് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ലിയാഖത്ത് സർ, ഗ്ലോബൽ മീഡിയക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. ഈ അവാർഡ് ഞാൻ എൻ്റെ ടീമിനും എൻ്റെ പേരൻസിനും എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ പേരൻസിനും ഞാൻ സമർപ്പിക്കുകയാണ്. അവരൊക്കെ സഹിച്ച സഹനത്തിൻ്റെ ഞാൻ ഓടുമ്പോഴൊക്കെ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലിയെ കിട്ടാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സഹനമൊക്കെയാണ് നമ്മളുടെ ഇത്. പിന്നെ ഒരു അവാർഡൊക്കെ കിട്ടുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേറ്റഡ് ആവുന്നത്. നമ്മൾ ഒരുപാട് നമ്മുടെ പാഷൻ്റെ പുറത്ത് നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ടി ഓടുമ്പോൾ നമ്മളെ തേടി അംഗീകാരങ്ങൾ എത്തുമ്പോൾ വീണ്ടും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. യൂസുഫ് അലി സാറിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വ്യവസായ മേഖലയിൽ പ്രാമുഖ്യം തെളിയിച്ചിട്ടുള്ള നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ബിജു രമേശ് സാറിനെ പോലെയുള്ള ആളുകളൊക്കെ പോലെ തന്നെ നമുക്കുമാണെന്നുള്ള വലിയൊരു മോട്ടിവേഷനാണ് ഈ ഒരു അവാർഡിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നത്. പിന്നെ എൻ്റെ പോലെ തന്നെ മുഖച്ഛായുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും പറയാറുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. Thank you. Najib, thanks a lot for all the wise words. A huge round of applause to all these awardees out here. അവർക്ക് എല്ലാവർക്കും ചേർന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ഒരു കൈയടി നൽകാം. ഇവരെല്ലാവരുടെയും ജീവിതം, ഇവരുടെ എല്ലാവരുടെയും വളർച്ച വളരെ ഇൻസ്പയറിംഗ് ആണ്. അവരെല്ലാവരും വളരെ ചെറിയ തുടക്കങ്ങളിൽ തുടങ്ങിയതാ ഇന്ന്
ഏറ്റവും മികച്ച വിജയങ്ങൾ നേടി മുന്നേറുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി ഒരു കൈയടി നൽകാം എല്ലാവരും.